ആൻ ഏജിംഗ് ഡെവലപ്പർ ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായി വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുമെന്നും അതിൻ്റെ പല ഫീച്ചേഴ്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചായിരുന്നു. ഈ എപ്പിസോഡിൽ VS കോഡിൻ്റെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 3 എക്സ്റ്റൻഷൻസിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയും അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. ഒരു വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമ്മളിൽ നോക്കാൻ പോകുന്നത് ബ്രാക്കറ്റ് പെയർ കളറൈസർ എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷനാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സ്റ്റൻഷനാണ്, അതേസമയം ഇത് വളരെ യൂസ്ഫുള്ളുമാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. കാര്യം ഈ ബ്രാക്കറ്റ് പെയർ കളറൈസർ 2 എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് ഒരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയെന്ന്. അതേ പ്രോസസ്സ് തന്നെയാണ്. നമ്മളിവിടെ ബ്രാക്കറ്റ് പെയർ കളറൈസർ 2 എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ വരും. ഇതിനകത്ത് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ആവും. സോ ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ജാവാസ്ക്രിപ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ PHP, അതുപോലെ ഈ കേർലി ബ്രാക്കറ്റ്സ് ബേസ് ചെയ്തിട്ടുള്ള ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിലും നമ്മൾ ഒരുപാട് നെസ്റ്റഡ് ആയിട്ടുള്ള ബ്രാക്കറ്റ്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനൊരു കോഡ് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാനൊരു ഫോർ ലൂപ്പ് എഴുതി, അതിനകത്തൊരു വൈൽ ലൂപ്പ് എഴുതി, ഒരു ഇഫ് കണ്ടീഷൻ എഴുതി, ഒരു സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി. ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് അകത്ത് പോയി കഴിയുമ്പോഴത്തേക്കും ഒരു പ്രശ്നം പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബ്രാക്കറ്റ് ഇതിൻ്റെ തുടക്കം എവിടെയാണ് എന്ന് കണ്ടുപിടിക്കുന്നതിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. സോ അത് ഒഴിവാക്കാനായിട്ട് ഈ ബ്രാക്കറ്റ് പെയർ കളറൈസർ എന്ന് പറയുന്ന ഈ എക്സ്റ്റൻഷൻ ഓരോ ലെവലിലും ഓരോ കളറും കൊടുക്കും. അതായത് അടുത്തടുത്ത ലെവലുകളിൽ ഒരിക്കലും ഒരേ കളർ വരില്ല. ഇത് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഈ പിങ്ക് കളർ ബ്രാക്കറ്റ് എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതുപോലെ തന്നെ സിയാൻ കളർ എവിടെയാണെന്നും യെല്ലോ കളർ എവിടെയാണെന്നും നമുക്കിങ്ങനെ ഈ കളേഴ്സ് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും. സോ ഇത് പറയുമ്പോൾ ഒരു പക്ഷേ വളരെ ചൈൽഡിഷ് ആയിട്ട് തോന്നുമെങ്കിലും റിയൽ ഇംപ്ലിമെൻറ്റേഷനൊക്കെ നടക്കാൻ നേരത്ത് ഭയങ്കര യൂസ്ഫുൾ ആണിത്. സോ ഈ എക്സ്റ്റൻഷൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് പാത്ത് ഇൻ്റലിസെൻസ് എന്ന് പറയുന്നൊരു എക്സ്റ്റൻഷനാണ്. അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് എക്സ്റ്റൻഷൻ പാനലിൽ പോയിട്ട് പാത്ത് ഇൻ്റലിസെൻസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ കോലർ എന്ന് പറയുന്ന ഡെവലപ്പറുടെയാണ് ഈ പാത്ത് ഇൻ്റലിസെൻസ് എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫയലിനകത്ത് വേറൊരു ഫയലിനെ റെഫർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരാൻ നേരത്ത് ഇതൊരു നമുക്ക് പാത്ത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിട്ട് ഇത് സഹായിച്ചു. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു HTML ആണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നതെന്ന് കരുതുക. സോ ഞാനിവിടെ ഒരു CSS ഞാൻ ലിങ്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ CSS ലിങ്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ എനിക്ക് എൻ്റെ ഈ app.css എന്ന് പറയുന്ന ഈ ഫയലിൻ്റെ പാത്ത് ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ റിസോഴ്സസ് സാസ് app.css എന്നുള്ള പാത്തിലാണുള്ളത്. സോ അതിനെ കണ്ടുപിടിക്കാൻ ഈ ഇൻ്റലിസെൻസ് എന്ന് പറയുന്ന ഈ പാത്ത് ഇൻ്റലിസെൻസ് വളരെയധികം സഹായിക്കും. ഇവിടെ ഞാൻ ഡോട്ട് അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് വന്നിട്ട് റിലേറ്റീവ് പാത്തിൻ്റെ ഫയൽ ലിസ്റ്റിംഗ് ഇത് കൊണ്ടുവരാൻ തുടങ്ങും. സോ റിസോഴ്സസ് എനിക്ക് ടാബ് അടിച്ച് ഞാനിത് സെലക്ട് ചെയ്യാൻ പറ്റും. കഴിഞ്ഞു. ആ ഫയൽ നമുക്ക് നേരിട്ട് നമുക്ക് ഒരുപാട്, അതായത് ഫയൽ ബ്രൗസറിലൊന്നും പോയി സെർച്ച് ചെയ്യാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ സെർച്ച് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. റിലേറ്റീവ് പാത്താണ് നമ്മൾ സാധാരണ ഒരു വെബ് ആപ്ലിക്കേഷനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റിലേറ്റീവ് പാത്ത് അല്ല എന്നുണ്ടെങ്കിൽ അബ്സൊല്യൂട്ട് പാത്തായിട്ട് തന്നെ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ചെയ്യാവുന്നതാണ്. C:/dev/demo കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇതുപോലെ ഫയലിൻ്റെ പാത്ത് ഈസി ആയിട്ട് ബിൽഡ് ചെയ്തെടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കും. അതാണ് ഈ പാത്ത് ഇൻ്റലിസെൻസ് എന്ന് പറയുന്ന ഈ എക്സ്റ്റൻഷൻ്റെ അഡ്വാൻറ്റേജ്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഒരുപക്ഷെ ഇന്ന് VS കോഡിൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന ഒരു എക്സ്റ്റൻഷനാണ്. ഇതിൻ്റെ പേര് GitLens എന്നാണ്. ഒരു ആക്ച്വൽ പ്രോജക്റ്റ് റൺ ചെയ്യുമ്പോഴത്തേക്കും അതിൽ വെർഷൻ കൺട്രോളിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണ് എന്ന് പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവും. നമ്മളൊരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു സ്പെസിഫിക് ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ നമ്മുടെ റെപ്പോസിറ്ററിയിൽ എന്തൊക്കെ ഇതുവരെ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഈസി ആയിട്ട് അറിയാനുള്ള ഒരു വഴിയാണ് GitLens എന്ന് പറയുന്നത്. ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് GitLens എന്ന് സെർച്ച് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. എറിക് അമോഡിയോ എന്ന് പറയുന്ന ഡെവലപ്പറിൻ്റെയാണിത്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇറ്റ്സ് ഓൾമോസ്റ്റ് 5 മില്യൺ ഇൻസ്റ്റാൾസ് കഴിഞ്ഞ് എല്ലാം 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു സൂപ്പർ എക്സ്റ്റൻഷനാണിത്. നമുക്ക് ഇതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഒരു പ്രോജക്റ്റാണ്, എൻ്റെ ഒരു പെറ്റ് പ്രോജക്റ്റാണിത്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തും കൂടെ ചെയ്യുന്നൊരു പ്രോജക്റ്റാണ്. എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ യൂസർ കൺട്രോൾ എന്ന് പറയുന്ന ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫയൽ ആരാണ് അവസാനം എഡിറ്റ് ചെയ്തത് എന്ന് എനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലൈൻ ആരാണ് എഡിറ്റ് ചെയ്തതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഗിറ്റിലൊന്നും പോയി സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല.
ഞാനിവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ തന്നെ ഈ ലൈൻ ആരാണ് കമ്മിറ്റ് ചെയ്തത് എന്നുള്ളത് എനിക്ക് ഇവിടെ കാണാൻ കഴിയും. കണ്ടില്ലേ, ഇത് 3 മാസം മുമ്പ് ഞാൻ ചെയ്തതാണ്. ഈ ഒരു ലൈൻ അല്ലെങ്കിൽ ഈ ഒരു ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഞാനാണത് ചെയ്തത്. ഓക്കെ, സോ ഈ ഫയലിൻ്റെ മുകളിൽ തന്നെ ഇത് ആരാണ് ലാസ്റ്റ് കമ്മിറ്റ് ചെയ്തത്, എത്ര കമ്മിറ്റ്സ് നടന്നിട്ടുണ്ടെന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിവിടെ കാണിക്കും. അതുപോലെ തന്നെയാണ് ഈ സ്റ്റാറ്റസ് ബാറിലും ഈ ഫയലിൻ്റെ ഹിസ്റ്ററി കാണിക്കുക. അത് കമ്മിറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. സോ ഈ ഒരു കമ്മിറ്റിൽ എത്ര ഫയൽസ് കയറി പോയിട്ടുണ്ടെന്നുള്ളത് കാണണമെങ്കിൽ ചേഞ്ച് ഫയൽസ് എന്ന് പറയുന്നത് ഇത്രയും ഫയൽസ് ഇതിനകത്ത് ഇത്രയും ചേഞ്ചസ് ആണ് ഇതിനകത്ത് കയറിയിട്ടുള്ളത് ഈ ഒറ്റ കമ്മിറ്റിൽ. സോ ഇതുപോലത്തെ കാര്യങ്ങൾ വളരെ ഹാൻഡി ആയിട്ട് നമ്മൾ റെപ്പോസിറ്ററിയിലോ ഒന്ന് പോയി സെർച്ച് ചെയ്യേണ്ട. അതുമാത്രമല്ല പലർക്കും ഇന്നത്തെ പുതുതായിട്ട് നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ ഗിറ്റ് കമാൻഡ്സ് ഒന്നും കൃത്യമായിട്ട് അറിയില്ലായിരിക്കും. പക്ഷെ അങ്ങനെയുള്ളവർക്ക് പോലും വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു ഫയലിൻ്റെ ഹിസ്റ്ററി കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ ഒരു കമ്മിറ്റിൻ്റെ ഹിസ്റ്ററി കണ്ടുപിടിക്കാനൊക്കെ സാധിക്കുന്ന ഒരു എക്സ്റ്റൻഷനാണ് GitLens എന്ന് പറയുന്നത്. ഇത് ഒരു ഭാഗം. അതുപോലെ തന്നെ GitLensൻ്റെ ഈ ഒരു പാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഒരു സ്പെസിഫിക് ഫയലിൻ്റെ എല്ലാ കമ്മിറ്റ്സും ഈ ഒരു ഫയലിൻ്റെ ഫുൾ ഹിസ്റ്ററി നമുക്കിവിടെ കാണാൻ കഴിയും. കണ്ടില്ലേ, ഇതിൽ എത്ര പ്രാവശ്യം ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഞാനെന്നല്ല, ആര് കമ്മിറ്റ് ചെയ്താലും ഇവിടെ അറിയാൻ പറ്റും. സോ അതുപോലെ തന്നെയാണ് നമ്മൾ വേറൊരു ഫയൽ എടുത്ത് നോക്കാം. ഇപ്പോൾ ഫുഡ് ലോഗ് കൺട്രോളർ എന്ന് പറയുന്ന ഈ ഫയൽ എടുത്താൽ ഇത് ഞാനാണ് തുടങ്ങിയത്, പക്ഷേ അഖിലാണ് അവസാനം എഡിറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫയലിൻ്റെ എല്ലാ ഹിസ്റ്ററിയും നമുക്കിവിടെ കാണാൻ കഴിയും. സോ ഞാൻ 3 മാസം മുമ്പ് തുടങ്ങി, അതിനുശേഷം അഖിൽ 3 വട്ടം എഡിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത് ഈസി അല്ലേ? ലൈക്ക് VS കോഡ് അതിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷനായിട്ട് തരുന്നുണ്ട്, ബിൽറ്റിനായിട്ട് ഒരു ഗിറ്റ് തരുന്നുണ്ടെങ്കിൽ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമാണ് ഇവിടെ കിട്ടുന്നത്. പക്ഷേ GitLens ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് സൂപ്പർ ചാർജ്ഡ് ഗിറ്റ്. ലൈക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റെപ്പോസിറ്ററിയിലോട്ട് നേരിട്ട് പോകാതെയും ഗിറ്റ് കമാൻഡ്സ് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഗിറ്റ് കമാൻഡ്സ് അറിയില്ലെങ്കിൽ കൂടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു ഫയൽ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഓരോ ലൈനും ആരാണ് എഡിറ്റ് ചെയ്തത് എന്നുള്ളത് വരെ അറിയാൻ കഴിയും. സോ ദാറ്റ്സ് സം വണ്ടർഫുൾ ഫീച്ചർ. അത് ശരിക്കും ആലോചിച്ചുണ്ടാക്കിയ സാധനമാണ്. സോ ഈ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ ഈ 3 എക്സ്റ്റൻഷനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വേണം എന്ന് കരുതുന്നു. ഉറപ്പായിട്ട് ഈ 3 എക്സ്റ്റൻഷനും നിങ്ങളുടെ പ്രോജക്റ്റിൽ യൂസ് ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് പറഞ്ഞു കൊടുക്കുക, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആ വഴിക്ക് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇതിൽ നല്ലൊരു സംഭവമല്ല. ഈ GitLens അതുപോലെ തന്നെ ഈ ബ്രാക്കറ്റ് പെയർ കളറൈസർ ഇതൊക്കെ കാണാൻ വളരെ സിമ്പിളാണെങ്കിലും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് എക്സ്റ്റൻഷൻസ് ആണ് ഇതൊക്കെ. സോ ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ആൻഡ് മറക്കാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ബൈ.